നമസ്കാരം. ഇപ്പോൾ ജൂലൈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിലവിൽ കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രത്യേക പെൻഷൻ ധനസഹായം, കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഏകദേശം 62 ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഈ ഗുണഭോക്താക്കളെ മുഴുവൻ നേരിട്ടും അല്ലാതെയുമൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്, പ്രത്യേകിച്ചും പുതിയ നടപടിക്രമങ്ങളൊക്കെയാണ് ഈ ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിരിക്കുന്നത്. സോ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ മാസത്തെ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള അറിയിക്കുന്നത് ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട പുതിയ സൂചനകളാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളിൽ ഏറ്റവും മുൻഗണന നൽകുന്ന ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സർക്കാരിനെ വലിയൊരു വിജയത്തിലേക്ക് ഈ പ്രാവശ്യം നയിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ഘടകമായിരുന്നു പെൻഷൻ തുകയുടെ അടിസ്ഥാന നിരക്ക് 3000 രൂപയാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനം. ഇതിനെ സംബന്ധിച്ച് ഗുണഭോക്താക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇത്രയും വേഗം ഈ തുക വർധനവ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ഫണ്ട് സമാഹരണവും ഒക്കെയാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു വലിയ തുക വർധനവ് അത് സാധാരണക്കാരിലേക്ക് എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ തുക വർധനവിനെ കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ സർക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. അതായത് പലരും വിചാരിക്കുന്നത് പോലെ 100-200 രൂപ വീതം ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ പടിപടിയായിട്ട് ഉയർത്തുന്ന ഒരു സംവിധാനമല്ല നിലവിലിവിടെ സർക്കാർ ആലോചിക്കുന്നത്. മറിച്ച് നിലവിലുള്ള അടിസ്ഥാന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് തന്നെ വലിയൊരു വർധനവ് കൊണ്ടുവരാനാണ് ശ്രമം. അതായത് നിലവിലുള്ള തുകയിൽ നിന്നും 1000 രൂപയുടെ വർധനവ് നേരിട്ട് വരുത്തിക്കൊണ്ട് ഗുണഭോക്താക്കൾക്ക് ഒറ്റയടിക്ക് 3000 രൂപ വീതമായിരിക്കും അടുത്ത ഘട്ടത്തിൽ പെൻഷൻ തുകയായിട്ട് വിതരണം ചെയ്യുക. ഈ രീതിയിൽ തന്നെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഭരണഘടനാപരമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭയിലും അതുപോലെ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടും സർക്കാർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച കാര്യമാണ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്. നിലവിൽ ഈ ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വാർഷിക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നമുക്കറിയാം, എല്ലാ വർഷവും കൃത്യമായി തന്നെ നടക്കേണ്ട ഒരു പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിങ് എന്നത്. പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് അംഗീകൃത കേന്ദ്രങ്ങൾ വഴിയോ ബയോമെട്രിക് മസ്റ്ററിങ് അഥവാ വിരലടയാളം പതിപ്പിക്കൽ നടത്തിക്കൊണ്ട് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സർക്കാരിൻ്റെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. ഇത് ഈ വർഷവും തടസ്സമില്ലാതെ തന്നെ തുടരുന്നതാണ്. എന്നാൽ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് മാസത്തോടെയോ അല്ലെങ്കിൽ അതിനുശേഷമോ മാത്രമായിരിക്കും ഈ വർഷത്തെ മസ്റ്ററിംഗ് പ്രക്രിയകളൊക്കെ തന്നെ ആരംഭിക്കുക. സോ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയ അറിയിപ്പുകളോ അപ്ഡേറ്റുകളോ വന്നിട്ടില്ല. വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൃത്യമായി നമ്മുടെ ചാനലിൽ തന്നെ അറിയിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പെൻഷൻ ഗുണഭോക്താക്കളുടെ മൊബൈൽ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിലെ പഴയ ഗുണഭോക്താക്കൾ, അതായത് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ അങ്ങനെയുള്ള പലരും പെൻഷൻ അപേക്ഷ നൽകിയ സമയത്ത് നിലവിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറുകളായിരിക്കില്ല ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവുക. സോ അല്ലെങ്കിൽ പലർക്കും മൊബൈൽ നമ്പറുകൾ ലിങ്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഥവാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇത്തരം ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര അറിയിപ്പുകൾ നടപടികളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വാർഡ് മെമ്പർമാർ ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിലെത്തി തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങളോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അവർ മാത്രം നിങ്ങളുടെ നിലവിലെ ആക്റ്റീവായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ അത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഇത്തരം ആളുകളുടെ ലിസ്റ്റ് അത് കൃത്യമായിട്ട് പഞ്ചായത്തുകൾ പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ ഈ രീതിയിൽ അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം തങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് രേഖകളൊക്കെ തന്നെ ഈ ജൂലൈ മാസത്തിൽ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. നിലവിൽ എല്ലാവരും പൊതുവായിട്ട് പുതിയ അറിയിപ്പുകൾ പ്രകാരം മറ്റ് അനുബന്ധ രേഖകളൊന്നും തന്നെ സമർപ്പിക്കേണ്ടതില്ല. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ അത് മുൻപ് തടസ്സങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ചില നിർദ്ദിഷ്ട ഗുണഭോക്താക്കളോട് മാത്രമായിട്ട് സമർപ്പിക്കാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു.
സോ അങ്ങനെയുള്ളവർക്ക് ഈ രേഖകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അത് ജൂൺ മാസം 30 ആയിരുന്നു നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ രേഖകൾ സമർപ്പിക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നാണ് ഇനി ഈ രേഖകളൊക്കെ തന്നെ കൃത്യമായി ഓഫീസുകളിൽ സമർപ്പിക്കുന്നത്, അതിനുശേഷം മാത്രമേ നിങ്ങളുടെ തടസ്സപ്പെട്ട പെൻഷൻ ഫണ്ട് സർക്കാർ റിലീസ് ചെയ്യുകയുള്ളൂ. 1-2 മാസങ്ങളൊക്കെ ഈ രേഖകൾ കൊടുക്കാനായിട്ട് വൈകുകയാണെങ്കിൽ അത്രയും മാസത്തെ പെൻഷൻ ആ തുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ, വാർത്തകളൊക്കെ തന്നെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുവാനായിട്ട് മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.